ഞാൻ നിൽക്കുന്നത് ഈ കിച്ചണിലെ വർക്ക് ഏരിയയിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ വോളിൽ ഇവിടെ ഡാമേജ്, പെയിന്റ് ഫീൽ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്താണ്. ബാത്റൂം ഷെയറിംഗ് ഇല്ല, ഒന്നുമില്ല. ഇത് ഇവിടെ വർക്ക് ഏരിയ ആണ്, ഇവിടെ നമ്മുടെ കിച്ചന്റെ വോളാണ്. എങ്ങനെ ഈ പെയിന്റ് ഇളകും? അതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ പെട്ടെന്ന് നമുക്ക് ആർക്കും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കിച്ചൺ സിങ്ക് ഇരിക്കുന്ന ഇവിടെ. ഈ സിങ്കിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റിന്റെ അടിയിലാണ് ഈ സിങ്ക് ഫിക്സ് ചെയ്തത്. നമ്മൾ എങ്ങനെ കഴുകിയാലും ഇതിന്റെ ഇടയ്ക്ക് കൂടെ വെള്ളം, ഈ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഈ വെള്ളം വരുന്ന മൊത്തം ഈ ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ കൂടെ ഇറങ്ങി ഈ ടൈലിന്റെ ഇടയ്ക്കൂടെ അകത്തൂടെ ഈ ഈർപ്പം വന്ന് ഇവിടുന്ന് പിടിച്ചിട്ടാണ് ഇത് മേലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത്രയും നമ്മൾ ആരും ചിന്തിക്കത്തില്ല. ഇതിന്റെ അടിയിൽ കൂടെയാണ് ഈ വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ഈ പറയുന്ന പ്രോബ്ലം വരുന്നത്. നമ്മൾ എപ്പോഴും കിച്ചൺ സിങ്ക് ഒക്കെ ഫിക്സ് ചെയ്യുമ്പം അതിനൊരു നോർമൽ പ്രൊസീജിയർ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ഇതെല്ലാം ചെയ്യണം. വെള്ളം വരുന്ന ഭാഗങ്ങളെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഇതെല്ലാം ഡാമേജ് ആയി, ഇതെല്ലാം ഈ ഇഞ്ചസ് എല്ലാം ഡാമേജ് ആയി. എത്രമാത്രം നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ പ്ലാൻ ചെയ്തേ നമ്മൾ ഇതെല്ലാം ഫിക്സ് ചെയ്യാവൂ. തീർച്ചയായിട്ടും പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഒഴിവായി കിട്ടും.